2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തന്റെ പ്രവചനങ്ങളെല്ലാം തെറ്റിപ്പോയ ഒരു പ്രമുഖ രാഷ്ട്രീയ തന്ത്രജ്ഞനുണ്ട്. അതെ, ഏവരുടെയും മനസ്സിലേക്ക് ആ പേര് എളുപ്പം തന്നെ കടന്നുവരും. അതെ, പ്രശാന്ത് കിഷോർ തന്നെ. എന്നാൽ അദ്ദേഹം ഇന്ന് ഏറെ ദുഃഖിതനാണ്. കാരണം മറ്റൊന്നുമല്ല, തന്റെ പ്രവചനങ്ങൾ തെറ്റിപ്പോയതിൽ ആകെ വിഷമത്തിലാണ് പ്രശാന്ത് കിഷോർ ഇന്ന്. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള തന്റെ വിലയിരുത്തലുകളിൽ അപാകതകൾ ഉണ്ടായി എന്നും അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. ജൂൺ 4-ന് പുറത്തുവന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു മുന്നോടിയായി BJP 2019 തിരഞ്ഞെടുപ്പ് പ്രകടനം ആവർത്തിക്കുമെന്നും ഏകദേശം 300 സീറ്റുകൾ നേടുമെന്നും പ്രശാന്ത് കിഷോർ പ്രവചിച്ചിരുന്നു. എന്നാൽ 2019 തിരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കുറവ് വോട്ടും 240 ലോക്സഭാ സീറ്റുകളും മാത്രമേ നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടുള്ളൂ. സഖ്യകക്ഷികളുടെ കൂടി സഹായത്തോടെയാണ് BJP അധികാരത്തിൽ തിരിച്ചെത്തിയത്. 543 അംഗ ലോക്സഭയിൽ 272 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. NDAക്ക് 292 സീറ്റുകളാണ് ലഭിച്ചത്. അതേസമയം രാജ്യത്ത് ഭാവിയിലെ തിരഞ്ഞെടുപ്പുകളിൽ കണക്കുകൾ പ്രവചിക്കുന്നത് തുടരുമോ എന്ന ചോദ്യത്തിന് ഇല്ല, ഇനി തിരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ എണ്ണത്തിലേക്ക് താൻ കടക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപ്രകൃതി അളക്കുന്നതിലെ മിടുക്കിന് പേരുകേട്ട പ്രശാന്ത് കിഷോർ പല പ്രധാന മേഖലകളിലും തന്റെ പ്രവചനങ്ങൾ കാര്യമായി തെറ്റിപ്പോയെന്ന് സമ്മതിച്ചു. ഞാൻ എന്റെ വിലയിരുത്തൽ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. നമ്പറുകളുടെ കാര്യത്തിൽ ഞാൻ ചെയ്ത വിലയിരുത്തൽ 20% തെറ്റാണെന്ന് സമ്മതിക്കുന്നു. BJP 300-ന് അടുത്തെവിടെയെങ്കിലും എത്തുമെന്ന് പ്രവചിച്ചിരുന്നു. പക്ഷേ 240 അവർക്ക് കിട്ടിയത്. എന്നാൽ നരേന്ദ്രമോദിക്കെതിരെ നേരിയ ദേഷ്യമുണ്ടെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും വ്യാപകമായ അതൃപ്തി ഉണ്ടായിട്ടില്ല എന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു തന്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ സംഖ്യകൾ പറയാൻ പാടില്ലായിരുന്നു. കഴിഞ്ഞ തവണ വർഷങ്ങളിൽ മാത്രമാണ് തനിക്ക് അബദ്ധം പറ്റിയത് എന്നും എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നമ്പറുകൾ മാറ്റിവെച്ചാൽ താൻ പറഞ്ഞതെല്ലാം ശരിയാണ് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. നേരത്തെ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രശാന്ത് കിഷോറിന്റെ പ്രവചനങ്ങൾ തെറ്റിയിരുന്നു. അതേസമയം ജൂൺ 1-ന് പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും തെറ്റാണെന്ന് തെളിഞ്ഞിരുന്നു. NDAക്ക് ഗംഭീര വിജയമായിരുന്നു പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നത്. ഏതായാലും ഇനി ഇത്തരം പ്രവചനങ്ങൾ നടത്തില്ല എന്ന തീരുമാനത്തിലാണ് അദ്ദേഹം. സത്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിക്കുന്ന പല കണക്കുകളിലേക്കുമാണ് വെളിച്ചം വീശുന്നത്. പ്രത്യേകിച്ച് NDAയുടെ കാര്യമെടുത്താൽ പലതും അപ്രതീക്ഷിതമായ തിരിച്ചടികളുടെ ഫലമാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെയുള്ള ഒരു സുപ്രധാന കണക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDAക്ക് വേണ്ടി റാലി നടത്തിയ സീറ്റുകളിൽ ഏറെയും മുന്നണി സ്ഥാനാർത്ഥികൾ പരാജയം നുണഞ്ഞു എന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകളുമായി ഒത്തുനോക്കുമ്പോൾ വലിയ ഇടിവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നും വ്യക്തമാണ്. എന്നാൽ മധ്യപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ മോദിയുടെ വരവ് നേട്ടമുണ്ടാക്കിയെന്നതും ശ്രദ്ധേയമാണ്. എങ്കിലും ഇത്തവണത്തെ ഫലത്തിൽ BJP വളരെയധികം ആശങ്കാകുലരാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. അതിനിടയിലാണ് പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം ചർച്ചയാകുന്നത്.